Volkswagen Annual Brand Conference 2023 അതാണ് ഹയാത്തിൽ നടന്നത്. അവിടെ നടന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പുതിയ വാഹനങ്ങൾ കാണാമെന്നും അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വരുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പോവുക. പക്ഷേ ശരിക്കും ഉണ്ടായത് എന്താണെന്ന് പറയാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Volkswagen എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് എനിക്ക് തോന്നുന്നു ജർമ്മൻ കാറുകൾ, ഇപ്പോൾ ബിഗ് 3 എന്ന് പറയുന്ന ജർമ്മൻ കാറുകൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജനകീയമാക്കാതെ ഇരിക്കുന്നൊരു കാലത്താണ് Volkswagen പോളോ കൊണ്ടൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പോളോ കൊണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വരുമ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ആളുകൾക്ക് കൂടി കുറഞ്ഞ അന്ന് 5-6 ലക്ഷം രൂപയ്ക്കൊക്കെ പോളോയുടെ ബേസ് മോഡൽ കിട്ടുമായിരുന്നു. ജർമ്മൻ കാറിൻ്റെ ഒരു ഓണർഷിപ്പിലേക്ക് കുറഞ്ഞ പൈസ കൊണ്ട് കിടക്കാമെന്നുള്ള ഒരു ഗുണം പോളോ കൊണ്ടുവന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് വണ്ടികൾ വന്നു. വെൻഡോ പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക പസാറ്റ് അല്ലെങ്കിൽ ജെറ്റ, അങ്ങനെ ഒരുപാട് വണ്ടികൾ വന്നു. പക്ഷേ ഇപ്പോൾ പ്രധാനമായും Volkswagenൻ്റെ ആ ഒരു ഇന്ത്യയിലെ പോർട്ട്ഫോളിയോയിലുള്ളത് ടൈഗൂണും അല്ലെങ്കിൽ ആ ഒരു വിർട്ടസുമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം സ്റ്റിക്കർ ജോബ്സും കുറച്ചധികം അപ്ഡേഷൻസും വണ്ടികൾക്ക് വന്നു എന്നുള്ളതാണ്. പലരും പറയുന്ന പോലെ പുതിയ വണ്ടികളല്ല വന്നത്, ഉള്ള വണ്ടികൾക്ക് കുറച്ച് വേരിയൻസുകളാണ് വന്നത്. ആ വേരിയൻറ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ വന്ന വേരിയൻറ്റുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന് എന്ന് പറയുന്നത് ടാറ്റയുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഡാർക്ക് എഡിഷൻ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് വാഹനങ്ങളിൽ ഡാർക്ക് എഡിഷൻ വരുന്നുണ്ടായി. ഡാർക്ക് എഡിഷൻ ഉള്ള ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞെങ്കിൽ കൂടി കറുത്ത കളർ കിട്ടിയെന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ മാരുതി സുസുക്കിക്ക് ആ ഒരു ബ്ലാക്ക് വന്നു, അതുപോലുള്ള മറ്റ് പല കമ്പനികൾക്കും വന്നു. ഹ്യുണ്ടായുടെ നമ്മൾ ബ്ലാക്ക് വണ്ടികൾ കൂടെ റോട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ ആ ഒരു എഡിഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ Volkswagen വിർട്ടസിൻ്റെ ഈ ഒരു മോഡലിൻ്റെ കളറിനെ Volkswagen വിളിക്കുന്നത് ഡീപ്പ് ബ്ലാക്ക് എന്നാണ്. അപ്പോൾ ഡീപ്പ് ബ്ലാക്ക് ടൈഗൂണിലും അവൈലബിൾ ആണ്. കൂടാതെ ഒരു ട്രിവ്യ പറയാം. അതായത് എനിക്ക് തോന്നുന്നു 2 മോഡലുകളെ കമ്പയർ ചെയ്തിട്ട് അവരൊരു പിക്ചർ കാണിച്ചു തന്നു. എനിക്ക് തോന്നുന്നു വെർണയാണ് ഉദ്ദേശിച്ചത്. ആ ഒരു വെർണയുമായിട്ടുള്ള ട്രിവ്യ രൂപത്തിൽ കാണിച്ചിട്ട് കളറുകളിൽ മറ്റുള്ള കമ്പനികളുടെ സാമ്യം വന്നത് ഒരിത്തിരി കൗതുകം ഉണർത്തി എന്നുള്ളതാണ്. പക്ഷേ വിർട്ടസ് ഈ ഒരു കളർ കാണാൻ ഭംഗിയുണ്ട്. ടൈഗൂണിൻ്റെ ആ ഒരു ക്ലാഡിങ് ഒരിത്തിരി ഭംഗിയുണ്ട്. പക്ഷേ ഇത് തീർത്തും ഭംഗിയുള്ള കളറാണ് എന്നുള്ളതാണ്. അതുപോലെ ടൈഗൂണ് ഒരുപാട് വേരിയൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വേരിയൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രെയിൽ എഡിഷൻ, അതുപോലെ എന്താ പറയുക മാറ്റ് എഡിഷൻ ഞാൻ ഇടയ്ക്ക് മറ്റ് എഡിഷൻ എന്നൊക്കെ വായിച്ചു. പക്ഷേ MATTE മാറ്റ് എഡിഷനാണ്. അങ്ങനെയുള്ള വണ്ടികളുണ്ട്. സ്പോർട്ട് എഡിഷൻ ഉണ്ട്. അതുപോലുള്ള വണ്ടികളും കണ്ടു. അപ്പോൾ പ്രധാനമായിട്ടും വിർട്ടസിന് ഒരു കുറവുണ്ടായിരുന്ന ആ ഒരു 1.5 GT ആ ഒരു വേർഷനിലെ മാനുവൽ മോഡൽ വന്നു എന്നുള്ളതാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള DSG ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു മാനുവൽ മോഡൽ ആ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത് ആ ഒരു വണ്ടിക്ക് വിർട്ടസ് 1.5 ആ ഒരു മോഡലിന് GT മോഡലിന് മാനുവൽ ഓപ്ഷൻ 6 സ്പീഡ് മാനുവൽ ഓപ്ഷൻ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഗുണമെന്നുള്ളതല്ലേ. ഇപ്പോൾ എന്തുശാസ്ത്രങ്ങൾക്കറിയാം, പല ആളുകളും ഇപ്പോഴും സേവ് മാനുവൽ പറഞ്ഞ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. മാനുവൽ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുമ്പോൾ മാനുവൽ വന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ BMW പോലുള്ള കമ്പനികൾ എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡ് സ്പോർട്സ് കാറുകളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഡിവിഷനിലെ കാറുകളിലൊക്കെ ചിലപ്പോഴെങ്കിലും ആ ഒരു മാനുവൽ മോഡൽ കൊടുക്കാറുണ്ട്. അതായത് വിദേശത്തൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഫ്രീ ഓഫ് കോസ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയാം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ മാനുവലാണെങ്കിൽ മാനുവൽ. ഇപ്പോൾ GT3 പോർഷ GT3യുടെ കാര്യങ്ങൾ പറയാം. അതുപോലെ Volkswagen വിർട്ടസിന് ആ ഒരു GTക്ക് മാനുവൽ മോഡൽ വന്നു എന്നുള്ളതാണ്. സംഭവം സിമ്പിൾ ജോബാണ് കേട്ടോ. അതായത് ഓൾറെഡി അവരുടെ അടുത്ത് ഗിയർ ബോക്സ് ഉണ്ട്, അവരുടെ അടുത്ത് എഞ്ചിൻ ഉണ്ട്, രണ്ടും കൂടി മേറ്റ് ചെയ്ത് ഒരു വണ്ടി ഇറക്കി എന്നുള്ളൂ. എന്നാൽ കൂടി ആ ബ്ലാക്ക് എഡിഷനും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു മാനുവൽ മോഡലും ഒരു വലിയ ഒരു അട്രാക്ഷനായിട്ട് ഇന്നത്തെ ഇവൻറ്റിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ മറ്റു പല കാര്യങ്ങളുണ്ടായി. പക്ഷേ തലേന്ന് അതായത് ഒരു ഡിന്നർ കൂടി ഉണ്ടായിരുന്നു ഇവൻ. അപ്പോൾ ഈ ഡിന്നറിന് പോയപ്പോൾ നമ്മൾ കണ്ടൊരു വണ്ടിയുണ്ട് ID4. ആ ID4 ഒരു കാണിക്കുന്നു വിചാരിച്ചു, കാണിച്ചില്ല. അതൊരു എനിക്ക് തോന്നുന്നൊരു മിസ്സാണ്. ശരിക്കും ആ ഒരു ID4ന് വേണ്ടി നമ്മൾ കാത്തിരുന്നെങ്കിൽ അത് വന്നില്ല. അതുപോലെ ടിഗ്വാൻ, അതായത് ഇപ്പോഴത്തെ ആ ഒരു ഇന്ത്യയിലെ വേർഷനായിട്ടുള്ള ടിഗ്വാൻ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു, അതും അകത്ത് കാണിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു മോഡലുകൾ ടൈഗൂണിൻ്റെ മോഡലുകൾ ഒരുപാട് ആളുകളെ ഹഠാതാക്ഷിക്കുന്ന തരത്തിലായിരുന്നു. കാരണം ലുക്ക് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സീറ്റിന് കവർ കിട്ടാണ് ചില മോഡൽ വന്നത്. ചില മോഡലിന് ടോപ്പൻ്റെ ആ ഒരു എന്താ പറയുക ഫീച്ചേഴ്സ് അല്ല, പകരം ചെറിയ ഫീച്ചേഴ്സുള്ള വണ്ടിക്ക് കുറച്ച് കൂടിയ ആ ഒരു ആഡ് ഓൺസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ട്രെയിൽ എഡിഷൻ്റെ മുകളിലൊരു കരിയർ പോലുള്ള സംഗതി അല്ലെങ്കിൽ റൂഫ് റാക്ക് പോലുള്ള ആ 2 വടികളൊക്കെ വെച്ച് ഇറക്കിയിട്ടുണ്ട്. കൂടാതെ സ്റ്റിക്കർ ജോബ്സ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ കൂടുതലും ബോഡിക്കും തട്ടാത്ത, അതായത് പെയിൻറ്റിലല്ല തൊട്ടുള്ളത്, കുറച്ച് സ്റ്റിക്കർ ജോബുകളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടികളൊക്കെ തന്നെ കണ്ടത്. എന്തായാലും ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച് പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ Volkswagen അല്ലെങ്കിൽ ജർമ്മൻ കമ്പനികളുടെ പൊതുവെയുള്ള കാര്യമാണ്. ജർമ്മൻ കമ്പനികൾ ഏത് കമ്പനി ആവട്ടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറയുമ്പോൾ ഈ ഒരു ഇവൻറ്റിന് ഇടയിൽ ഒരു തടസ്സം ഉണ്ടാവുക അല്ലെങ്കിൽ ആ ഇവൻറ്റിനെ അണമുറിയാതെ നടത്താൻ അവർക്ക് പറ്റിയെന്നുള്ളത്. അത് മാത്രമല്ല വണ്ടി ഓടിക്കാൻ വേണ്ടി സ്റ്റേജിൻ്റെ ആ ഒരു ഇരുവശത്തും അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ
പിന്നിലുള്ള വഴിയുടെ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ അവരുടെ വളണ്ടിയേഴ്സിനെയൊക്കെ വെച്ച് ആളുകളുടെ ഇടപെടൽ ഉണ്ടാവാതെ. എനിക്ക് തോന്നുന്നു ജർമ്മൻ എഞ്ചിനീയറിംഗ് കാറുകളെ പറയുന്ന പോലെ ആ ഒരു ജർമ്മനിയിലെ ആളുകൾ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു ജർമ്മൻ മാനുഫാക്ചർ നടത്തുന്ന ഇവൻറ്റിന് ഒരിത്തിരി പ്രത്യേകതകളുണ്ട്. ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടക്കവും ഒതുക്കവുമുള്ള ഫിനിഷിംഗ് ഉള്ള ഒരു ഇവൻറ്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ വണ്ടിപ്രാന്തൻ ആദ്യമായിട്ട് ഫോക്സ്വാഗൺ ഒരു ഇവൻറ്റ് പങ്കെടുക്കുന്ന ഒരു കാര്യം കൂടി അങ്ങനെ പറയുമ്പോൾ ശരിക്കും മികച്ച ഒരു ഇവൻ്റ് ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല. കാരണം നമ്മൾ വിചാരിച്ച വണ്ടികൾ അല്ലെങ്കിൽ പുതിയ വണ്ടികൾ വരുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പലരും ചോദിക്കുന്ന പോലെ പോളോ തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പോളോന് വരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ഒരു ടൈഗൂൺ അല്ലെങ്കിൽ വിർട്ടസ് ഒരുപാട് മോഡലുകളായിട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും കാണാൻ പറ്റും. അപ്പോൾ GT വെർഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ പുതിയ ബ്ലാക്ക് കളർ എന്നുള്ള എഡിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മോഡലുകളുടെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരുപാട് മോഡലുകളുടെ ആ ഒരു അൺവീലിംഗ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആനുവൽ കോൺഫറൻസിൽ കാര്യമായിട്ട് നമ്മൾ കണ്ട കാര്യം. അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഫോക്സ്വാഗണിൻ്റെ ആനുവൽ ബ്രാൻഡ് കോൺഫറൻസ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? കുറച്ച് വേരിയൻറ്റുകളുടെ പ്രകാശനവും കമ്പനിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയലുമായിരുന്നു എന്നുള്ളതാണ്. അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഫോറെവർ കെയർ പോലുള്ള ആ ഒരു ആഫ്റ്റർ സെയിൽസ് പാക്കേജിനെ കുറിച്ചും GT അർജൻ്റെ വിർച്ചസിൻ്റെയും അല്ലെങ്കിൽ ടൈഗൂണിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആ ഒരു പ്രകാശനം പോലെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നതെന്നാണ്. സ്പെസിഫിക്കേഷനിൽ മാറ്റമില്ല, ശരിക്കും രൂപത്തിലാണ് മാറ്റം എന്നതാണ്. അത് മാത്രമല്ല മാനുവൽ ഓട്ടോ ആ ഒരു വേരിയൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു എന്നുള്ളതും കാര്യമായിട്ട് പറയാം. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.